അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബിസ്മില്ലാഹിൽ അളീമിൽ ഖുദ്റതി വശ്ശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ഹാഫിളുദ്ദീൻ വൽ ഖുർആൻ ബിസ്മില്ലാഹി മാഷാ അല്ലാഹു ഖാൻ. സ്നേഹനിധികളായ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. അവരെ സകലമായ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും അല്ലാഹ് നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരെ ഉദ്ദേശങ്ങൾ അല്ലാഹ് നീ പൂവണിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരെ സകലമായ ഉദ്ദേശങ്ങളും അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട്. എൻ്റെ സഹോദരി സഹോദരന്മാർ, അല്ലാഹു അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ലേ അല്ലാഹ്, അവർക്ക് ബലാഉകൾ കൊടുക്കല്ലേ തമ്പുരാനെ, അവർക്ക് മുസീബത്തുകൾ കൊടുക്കല്ലേ അല്ലാഹ്. അവരല്ലാഹുവേ നീ സംരക്ഷിക്കണേ അല്ലാഹ്, അവർക്ക് നീ കാവൽ നൽകണേ അല്ലാഹ്, നീ കാവൽ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സയ്യിദിയ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു അമലിനെ പറ്റിയാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ, എന്നാൽ വളരെ ചെറുതായ, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ വലിയ മഹത്വങ്ങളുള്ള ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് ഞാൻ കൈമാറുന്നത്. എല്ലാവരും അത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ജീവിതത്തിൽ ദിവസത്തിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളത് ചെയ്യണേ, നിങ്ങളത് പതിവാക്കണേ. എല്ലാ നീറുന്ന പ്രയാസങ്ങൾ, വേവലാതികൾ, ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകൾ ഇൻഷാ അല്ലാഹ് ആ ഇസ്മിന്റെ ഹഖ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാറ്റി നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്. ചെയ്യാനും ചൊല്ലാനും ജീവിതത്തിൽ പതിവാക്കാനും ദായിമാക്കാനും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മിനെ പറ്റിയാണ്. അസ്മാഉൽ ഹുസ്നയിലെ എല്ലാ ഇസ്മുകൾക്കും 99 നാമങ്ങൾക്കും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. 99 നാമങ്ങൾക്കും അതിൻ്റെതായ മഹത്വങ്ങൾ അസ്മാഉൽ ഹുസ്നയിലുണ്ട്. ഓരോ നാമങ്ങൾക്കും അല്ലാഹുവിൻ്റെ 99 നാമങ്ങൾക്കും അതിൻ്റെതായ ഫളാഇൽ, അതിൻ്റെതായ ശ്രേഷ്ഠതകളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൽ ഒരു ഇസ്മിനെ പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കണം, ജീവിതത്തിൽ ദായിമാക്കണം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തന്നതാണ്. ഒരിക്കൽ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ, ഫാത്തിമ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നാര മകൾ ഫാത്തിമ ബീവി വലിയ പ്രയാസമായിട്ട്, വലിയ ശക്തമായ പനിയായിട്ട് തളർന്ന് കിടക്കുന്ന സമയത്ത്, സുബ്ഹിന്റെ സമയത്ത് സുബ്ഹി നിസ്കരിച്ച് സുബ്ഹി കഴിഞ്ഞ് ഫാത്തിമ ബീവി വലിയ മഴക്കത്തിലാണ്, വലിയ ഉറക്കത്തിലാണ്. ഇത് കണ്ട് ഹബീബായ തങ്ങൾ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, അല്ലയോ ഫാത്തിമ, അങ്ങെന്തിനാണ് ഈ സമയത്ത്, നിങ്ങൾ എന്തിനാണ് ഈ സമയത്ത് വലിയ ക്ഷീണമായിട്ട് നിങ്ങൾ ഉറങ്ങുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു,
അല്ലാഹുവിൻ്റെ പ്രവാചകരെ, എൻ്റെ പൊന്നാര ഉപ്പാ, ഞാൻ വലിയ ക്ഷീണത്തിലാണ്, എനിക്ക് ശക്തമായ പനിയാണ്, അതുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത് നബിയേ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ ഫാത്തിമ ബിവിയോട് അവിടുന്ന് പറഞ്ഞു, ഫാത്തിമ, ഞാൻ പറഞ്ഞു തന്ന ആ ഇസ്മിനെ നിങ്ങൾ ചെയ്തുകൊണ്ട്, നിങ്ങൾ ചൊല്ലിക്കൊണ്ട്, നിങ്ങൾ ദുആ ചെയ്യേ, നിങ്ങൾ ദുആ ചെയ്യേ. ഞാൻ പറഞ്ഞു തന്ന ആ ഇസ്മിനെ നിങ്ങൾ ചൊല്ലിക്കൊണ്ട്, നിങ്ങൾ ദുആ ചെയ്യേ. നിങ്ങളെ പനി അല്ലാഹു മാറ്റിത്തരും, നിങ്ങളെ രോഗത്തെ അല്ലാഹു ശമിപ്പിച്ചു തരും, നിങ്ങളെ രോഗത്തിന് അല്ലാഹു പരിപൂർണ ശിഫ അല്ലാഹു നൽകുമെന്ന് ഹബീബായ തങ്ങൾ മകളായ ഫാത്തിമ ബീവിയോട് പറഞ്ഞെങ്കിൽ ആ ഇസ്മാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹബീബായ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് വലിയതായ പനി സംഭവിച്ചപ്പോൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞു കൊടുത്ത് ഹബീബായ തങ്ങൾ, നിങ്ങൾ ഈ ഇസ്മിനെ നിങ്ങൾ ചൊല്ലിക്കൊണ്ട്, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ ഇസ്മിനെ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യ്. അല്ലാഹു നിങ്ങളുടെ രോഗത്തെ അല്ലാഹു ശിഫയാക്കി തരും. രോഗങ്ങൾക്ക് പരിപൂർണ ശിഫ നൽകാൻ, ശിഫയുണ്ടാവാൻ നമുക്ക് ഇന്ന് ലോകത്ത് കണ്ടുവരുന്നത്, ഇന്ന് നാട്ടിൽ നമ്മൾ കണ്ടുവരുന്നത് വലിയ മാരകമായ രോഗങ്ങളാണ്, വലിയതായിട്ടുള്ള രോഗങ്ങളാണ്. വലിയ രോഗങ്ങൾ തന്ന് അല്ലാഹു നമ്മെ പരീക്ഷിക്കുകയാണ്. നമ്മളെ ഭക്ഷണത്തിന്റെ ക്രമീകരണത്തിന്റെ പ്രയാസങ്ങൾ, നമ്മളെ ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ കൊണ്ട്, നമ്മളെ ജീവിത പെരുമാറ്റങ്ങൾ കൊണ്ട്, ജീവിത കാര്യങ്ങളിൽ റാഹത്തില്ലാത്തത് കൊണ്ട് നമ്മളെ രോഗങ്ങൾ നമ്മളെ തേടി വരികയാണ്. വലിയ രോഗങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ മാരകമായ ക്യാൻസർ രോഗം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. ഉള്ളവർക്ക് പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാ. ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാ. ഈ സയ്യിദിയ മജ്ലിസിൽ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാ. അല്ലാഹുവേ രോഗശമനം നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. നമ്മളെ ശരീരത്തെയും സമ്പത്തിനെയും കാർന്നു തിന്നുന്ന ഇത്തരം അസുഖങ്ങൾ, ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾ അല്ലാ നീ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നൽകല്ലേ അല്ലാ, ഞങ്ങളെ ഭാര്യമാർക്ക് നൽകല്ലേ അല്ലാ, ഞങ്ങളെ സന്താനങ്ങൾക്ക് നൽകല്ലേ അല്ലാ, ഞങ്ങളെ കുടുംബത്തിന് നൽകല്ലേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നീ ആർക്കും അത്ര മാരകമായ അസുഖങ്ങൾ നൽകല്ലേ തമ്പുരാനെ. രോഗങ്ങൾ ശിഫയാകാൻ ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിനെ ചൊല്ലിക്കോ, ഈ ഇസ്മിനെ ജീവിതത്തിൽ പതിവാക്കിക്കോ, ജീവിതത്തിൽ ദായിമാക്കിക്കോ. എല്ലാ അസുഖങ്ങളിൽ നിന്നും അല്ലാഹു പരിപൂർണ ശിഫ അല്ലാഹു നൽകും. അല്ലാഹുവേ നീ നൽകണേ അല്ലാ, നീ നൽകണേ തമ്പുരാനെ. ഏത് സമയത്ത് നമുക്ക് വിജയം വേണോ, വലിയ ജോലിയിൽ വലിയ പ്രയാസമാണ് തങ്ങളെ, ജോലി എവിടെയും കിട്ടുന്നില്ല, എങ്ങനെ ശ്രമിച്ചിട്ടും ജോലി കിട്ടുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിനെ ഞാൻ പറഞ്ഞ എണ്ണത്തിൽ നിങ്ങൾ ജീവിതത്തിൽ ദായിമാക്ക്. നിങ്ങൾക്ക് വലിയ ജീവിതത്തിൽ വലിയ വിജയം നിങ്ങൾക്ക് കാണാം. ജോലിയിലെ വിജയമാണോ, ഞാൻ ചെറിയൊരു പോസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്, തങ്ങളെ വലിയൊരു പോസ്റ്റിലേക്ക് എത്തണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഏത് ഇസ്മിനെയാണ് പതിവാക്കേണ്ടത്, ഞാൻ ഏത് അമലിനെയാണ് ജീവിതത്തിൽ ദായിമാക്കേണ്ടത്, തങ്ങൾ പറഞ്ഞാൽ മതി, ഞാനത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ധാരാളം ആളുകൾ. ജോലി തടസ്സങ്ങളായിട്ട് ഇന്ന് യുവാക്കളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോലിയില്ല, പഠനമുണ്ട്, പഠിച്ചതുണ്ട്, സർട്ടിഫിക്കറ്റുകളുണ്ട്, വലിയ വിദ്യാഭ്യാസമുണ്ട്, സർട്ടിഫിക്കറ്റുകൾ ധാരാളമുണ്ട്, വലിയ ഡിഗ്രികളുണ്ട്, പക്ഷെ ജോലി ഇല്ലാത്ത പ്രയാസം ധാരാളം ആളുകളിൽ കണ്ടുവരികയാണ്. ഇന്ന് നമ്മൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വീട്ടിലിരിക്കുന്ന സമയത്ത് പോലും ധാരാളം ആളുകൾ വരുന്നത് ജോലി പ്രയാസമായിട്ടാണ്. അപ്പൊ ഞാനിത് പറഞ്ഞു വരുമ്പോഴാണ് ഇത് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒന്നെനിക്ക് പറയാതിരിക്കാൻ വയ്യ.
ഒരു 12,000 ബിസ്മിയുടെ അമൽ നമ്മൾ പറഞ്ഞിരുന്നു. 12,000 ബിസ്മി ചൊല്ലി ധാരാളം ആളുകൾക്ക് എനിക്ക് നിരന്തരം മെസ്സേജുകൾ വരികയാണ്. തങ്ങളെ ജോലി റെഡിയായി, ജോലി റെഡി. ധാരാളം മെസ്സേജുകൾ കമന്റ് ബോക്സിൽ ധാരാളം ആ ബിസ്മിയുടെ അമൽ പറഞ്ഞ ആ കമന്റ് ബോക്സിൽ ധാരാളം മെസ്സേജുകളാണ്. 12,000 ബിസ്മി ഞാൻ പൂർത്തിയാക്കി തങ്ങളെ, എനിക്ക് ജോലി റെഡിയായി. ഇൻഷാ അല്ലാഹ് സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മെസ്സേജ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ വായിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു മെസ്സേജ് ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു മെസ്സേജ്, ധാരാളം മെസ്സേജുകൾ ആ ജോലിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനത് വായിച്ചെന്നുള്ളൂ. കമന്റ് ബോക്സ് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ തന്നെ അറിയാം. ധാരാളം മെസ്സേജുകൾ. ജോലി റെഡിയായി തങ്ങളെ, 12,000 ബിസ്മി ഞാൻ ചൊല്ലി, ജോലി റെഡിയായി. അതിനോടൊപ്പം ഈ ഇസ്മിനും കൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജോലി തടസ്സങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വരില്ല. 12,000 ബിസ്മിയുടെ അമൽ അറിയാത്തവർ ഇൻഷാ അല്ലാഹ് ഇതിന്റെ മുകളിലും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ കമന്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്തു വെക്കാം. അത് പോയി ആ വീഡിയോ പോയി എങ്ങനെയാണ് ആ ബിസ്മിയുടെ അമൽ ചെയ്യേണ്ടത്, എപ്രകാരമാണ് ബിസ്മിയുടെ അമൽ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ മുന്നേ അതിൻ്റെ മജ്ലിസ് മുന്നേ ഇട്ടിരുന്നു. ആ മജ്ലിസ് പോയി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കണ്ടാൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. ഇൻഷാ അല്ലാഹ് ധാരാളം മെസ്സേജുകൾ, സന്ദർഭോചിതമായിട്ടൊരു മെസ്സേജ് ഞാൻ ഇവിടെ വായിക്കുകയാണ്. അൽഹംദുലില്ലാ മോൾക്ക് ഹൈറായ ജോലി ശരിയായി തങ്ങൾ 12,000 ബിസ്മി ചൊല്ലി അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തു. അൽഹംദുലില്ലാ അല്ലാഹു ദുആ സ്വീകരിച്ചു. അല്ലാഹുവേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞാനത് പറഞ്ഞതുപോലെ ഞാൻ ആ ബിസ്മിയുടെ അമൽ പറയുമ്പോൾ, ഞാൻ ഏത് അമൽ പറയുമ്പോഴും പറയുന്നതാണ്, നിങ്ങൾ ആത്മാർത്ഥതയോടെ ചെല്ലണേ, നിങ്ങൾ ഇഖ്ലാസോടെ ചെല്ലണേ. നിങ്ങൾ ചൊല്ലുന്നതിൻ്റെ ഇഖ്ലാസിൻ്റെ അളവനുസരിച്ചായിരിക്കും. ഇവിടെ വരുന്നവരോട് ഞാൻ പറയുന്നത്, പറഞ്ഞത് നമ്മളെല്ലാവരും കാര്യങ്ങൾ ചെയ്തു തരിക മാത്രമാണ്. ബാക്കിയുള്ള കാര്യം നിങ്ങളെടുത്താണ് അല്ലേ, നിങ്ങളെടുത്ത് മാത്രമാണ്. നിങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലാൻ പറയുന്ന ഇസ്മിനെയും ചൊല്ലാൻ പറഞ്ഞ സൂറത്തിനെയും അമലിനെയും നിങ്ങൾ മുറുകെ പിടിച്ചാൽ, നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയാണ്, ഞങ്ങളെ കാര്യങ്ങൾ ശരിയാവാൻ വേണ്ടിയാണെന്ന് ആത്മാർത്ഥതയോടുകൂടി നീയത്തോടുകൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കും. ഇതും അപ്രകാരമാണ് ഇവിടെ കണ്ടത്. അല്ലാഹു സ്വീകരിച്ചു. ദുആ അല്ലാഹു സ്വീകരിച്ചു. ഞങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. ഞങ്ങളെയും ദുആയിൽ ഉൾപ്പെടുത്തണേ ഇൻഷാ അല്ലാഹ്. അങ്ങനെ ധാരാളം മെസ്സേജുകൾ, ഒരു സന്ദർഭോചിതമായിട്ടൊരു വാട്സപ്പിൽ വന്ന മെസ്സേജ് ഞാൻ എടുത്ത് വായിച്ചെന്നുള്ളൂ. അവരെനിക്ക് വിളിച്ചിരുന്നു, അവരെന്നോടുമായി ബന്ധപ്പെട്ടിരുന്നു. തങ്ങളെ എൻ്റെ മകൾക്ക് ജോലി റെഡിയാവാൻ വേണ്ടി തങ്ങൾ ദുആ ചെയ്യണം. CV ധാരാളം ഭാഗങ്ങളിൽ കൊടുത്തു. ആ മെസ്സേജ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇടുന്നുണ്ട്. ധാരാളം ഭാഗങ്ങൾ CV കൊടുത്തു. തങ്ങളെ അവൾക്ക് ജോലി കിട്ടുന്നില്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ 12,000 ബിസ്മി ചൊല്ല്. ആ ബിസ്മിയുടെ മജ്ലിസ് അവർക്ക് എത്തിക്കുകയും അവരതുപോലെ ചെയ്യുകയും ഇൻഷാ അല്ലാഹ് അവർക്ക് ജോലി കിട്ടി. ധാരാളം പ്രയാസങ്ങൾ 12,000 ബിസ്മി കൊണ്ട് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് ഈ ഇസ്മിനെയാണ്. നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ ഇസ്മിനെയാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. വലിയ വിജയം നമുക്ക് നേടാൻ നമുക്ക് സാധ്യമാകും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹബീബായ തങ്ങള് ബദർ ശുഹദാക്കളിലേക്ക്, ബദരീങ്ങൾ ഒട്ടിയ വയറുമായി ബദറിന്റെ രണാങ്കളത്തിലേക്ക് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞത് ബദർ ശുഹദാക്കളോട്, 313 ബദർ ശുഹദാക്കളോട് അവിടുന്ന് പറഞ്ഞതും ഈ ഇസ്മിനെയാണ്. ഈ ഇസ്മിനെ അവർ ചൊല്ലിയിട്ടാണ് ബദറിലേക്ക് അവർ ഇറങ്ങുന്നത്, അവർക്ക് അവിടെ വിജയം നേടിയെടുക്കുന്നത് ഈ ഇസ്മിനെ കൊണ്ടാണെന്ന് ഹബീബായ റസൂലുള്ളാഹി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു. ബദർ ശുഹദാക്കൾ പോലും ഒട്ടിയ വയറുമായി ബദറിന്റെ രണാങ്കളത്തിൽ 313
173 പേര് ബദറിന്റെ രണാങ്കളത്തിലേക്ക് ഇറങ്ങുമ്പോഴും ഈ ഇസ്മിനെയാണ് അവർ ഹൃദയത്തോട് ചേർത്ത് വെച്ചത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളും ഇത് ജീവിതത്തോട് ചേർത്ത് വെക്കാൻ, ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ഞങ്ങളും തയ്യാറായി. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. എങ്ങനെയാണ് ഞങ്ങൾ ആ ഇസ്മിനെ ചെല്ലേണ്ടത്? ഏതാണ് തങ്ങളെ ആ ഇസ്മ? അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഇസ്മ ഏതാണ്? നിങ്ങളെ എല്ലാ പ്രയാസങ്ങളും, എല്ലാ പ്രതിസന്ധികളും, നിങ്ങൾ എന്ത് വിഷമത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത്, ഈ ഇസ്മിനെ 313 ഇസ്മിനെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്തുകൊണ്ട് ഇരു കരങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യ്. അല്ലാഹു സ്വീകരിക്കും. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അത് പറയുന്നതിന് മുമ്പ്, ഇൻഷാ അല്ലാഹ് അമൽ പറയുന്നതിന് മുമ്പ്, നമ്മളെല്ലാ മജ്ലിസിലും പറയുന്നത് പോലെ ധാരാളം ഭാഗങ്ങളിൽ നിന്നാണ് മജ്ലിസിലേക്ക് വിളിക്കുന്നത്. ഇനി എന്നാണ് നേരിട്ട് കാണാനുള്ള അവസരം? ഇനി എന്നാണ് തങ്ങളെ നേരിട്ട് കാണാനുള്ള അവസരം എന്ന് ചോദിച്ച് പല ഭാഗങ്ങളിൽ നിന്നും, കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നും, എൻ്റെ പ്രവാസി സുഹൃത്തുക്കള്, എൻ്റെ ദ്വീപ് നിവാസികള്, അവരെല്ലാം, പ്രവാസികളെല്ലാം ഇവിടത്തേക്ക് വരുന്നത് അവിടുന്ന് ലീവ് എടുത്തിട്ടാണ് കൺസൾട്ടിങ്ങിനായി വരുന്നത്. വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട്, വലിയ ദുരിതങ്ങൾ അനുഭവിച്ച്, നീറുന്ന പ്രയാസങ്ങളുമായി, വേവലാതികളുമായിട്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടത്തേക്ക് വരുന്ന ആളുകൾ, അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ സകലമാന ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നീ ഹാസിലാക്കണേ അല്ലാ, പരിപൂർണ നിലക്ക് നീ ഹാസിലാക്കണേ അല്ലാ. എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഇവിടത്തേക്ക് വരുന്നത്, അല്ലാഹുവേ സകലമാന മുറാദുകളും നീ റാഹത്തിനാക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇവിടത്തേക്ക് വരുന്ന ആളുകളോട്, വിളിക്കുന്ന ആളുകളോട് ഇൻഷാ അല്ലാഹ് ഇനി കൺസൾട്ടിംഗ് ഉള്ളത് 26-ാം തീയതി ശനിയാഴ്ചയാണ്, വരുന്ന ശനിയാഴ്ചയാണ് ഇനി ഇൻഷാ അല്ലാഹ് നോട്ടമുള്ളത്, കൺസൾട്ടിംഗ് ഉള്ളത്. ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരിക, വഴി ചോദിച്ചറിഞ്ഞ് ബുക്ക് ചെയ്ത് വരിക. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. പല ആളുകളും വിളിച്ചു ചോദിക്കുന്നത്, തങ്ങളെ എന്നാണ് വീട്ടിലുണ്ടാകുക എന്ന് വിളിക്കുന്ന, ബുക്കിംഗ് ചെയ്യുന്ന ആളുകളോട് വിളിച്ചു ചോദിക്കുന്നത് അവിടുത്തെ ഫീസും കാര്യങ്ങളൊക്കെ എത്രയാണ്. ആളുകൾ വിളിച്ചു ചോദിക്കുമ്പോൾ ചോദിക്കുന്നതാണ് അവിടുത്തെ ഫീസൊക്കെ എങ്ങനെ, തങ്ങളെ ഫീസൊക്കെ എങ്ങനെയെന്ന് അവരെന്നോട് പറയുന്നതാണ്. ബുക്ക് ചെയ്യുന്ന ആൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഈ മജ്ലിസിലൂടെ ഇൻഷാ അല്ലാഹ് പറയാന്ന് വെച്ചിട്ടാണ്. ഇവിടെ ഫീസ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്താണ് തരുന്നത് അത് അൽഹംദുലില്ലാഹ് അത് ഹദിയായിട്ട് സ്വീകരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഒന്നുമില്ലെങ്കിലും ഞാൻ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട്. ഇല്ല എന്ന് പറയുന്ന ആളുകളോട് ഞാൻ പറയുന്നത് ഒന്നും വേണ്ട, ഇൻഷാ അല്ലാഹ് എല്ലാം റാഹത്തായിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കുണ്ടാകുമ്പോൾ ഒരു ഹദിയായിട്ട് തന്നാ മതി ഇൻഷാ അല്ലാഹ് എന്ന് ഞാൻ പറയാറുണ്ട്. എല്ലാവരോടും ഇൻഷാ അല്ലാഹ് എനിക്ക് പറയാനുള്ളത് അത് മാത്രമാണ്. നിങ്ങളുടെ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇവിടെ വന്നിട്ട് അത് നടക്കണം. നിങ്ങൾ എന്ത് കാര്യത്തിനാണോ സമീപിക്കുന്നത് ആ കാര്യങ്ങൾ ഹൈറായിട്ട് നടക്കണം. അതാണ് എപ്പോഴും നമ്മുടെ ദുആ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ഇവിടെ വന്നുകൊണ്ട് കാര്യങ്ങൾ, മുറാദുകൾ ഹാസിലാകുന്ന ആളുകൾ, ജോലി പ്രയാസങ്ങൾ റാഹത്താകുന്ന ആളുകൾ, വിവാഹ തടസ്സങ്ങൾ നീങ്ങി റാഹത്താകുന്ന ആളുകൾ, പൈശാചികമായ ഉപദ്രവങ്ങൾ നീങ്ങുന്ന ആളുകൾ, വലിയ പ്രയാസത്തിൽ വലിയ ബുദ്ധിമുട്ടിലായ ആളുകൾ, വലിയ റാഹത്ത് ഇവിടം
ഈ മജ്ലിസ് കൊണ്ട് നേടിയെടുക്കുന്ന ആളുകൾ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതെൻ്റെ ഒരു മഹത്വമല്ല, എൻ്റെ മഹത്വം ഒന്നുമല്ല, എൻ്റെ മഹത്വമേ അല്ല. ഇത് ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാവലും നോട്ടവുമുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്. അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ചുകൊണ്ട് കടലുണ്ടി തീരത്തണഞ്ഞ മഹാനായ ഖുത്ബ് ബാഹസൻ ജമലുൽ ഉപ്പാപ്പയുടെ നോട്ടവും കാവലുമുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്. അല്ലാഹുവേ, നീ അഭിവൃദ്ധിയിൽ നിന്നും അഭിവൃദ്ധിയിലേക്ക് നീ ഉയർത്തണേ അല്ലാ, നീ ഉയർത്തണേ അല്ലാ. ഉപ്പാപ്പയുടെ കാവൽ ഞങ്ങൾക്ക് ജീവിതത്തിലുടനീളം നൽകണേ അല്ലാ. ഈ മജ്ലിസ് സ്ഥിരമായി കാണുന്ന ഈ സയ്യിദിയം കുടുംബത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ആളുകൾ അല്ലാഹുവേ, അവരുടെ ജീവിതത്തിലും ആ കാവൽ കൊടുക്കണേ അല്ലാ. അവർ എന്ത് അടങ്ങേറിലാണോ നിൽക്കുന്നത് അല്ലാഹുവേ, പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ, പരിപൂർണ്ണ ശിഫ കൊടുക്കണേ അല്ലാ. പൊട്ടിക്കരഞ്ഞ് വിളിക്കുന്ന ആളുകളുണ്ട്, ഞങ്ങളെ എന്ത് പ്രയാസമെന്നറിയില്ല, വലിയ ദുഃഖത്തിലാണ്, വലിയ പ്രയാസത്തിലാണ് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പൊട്ടിക്കരഞ്ഞ് വിളിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ സഹോദരിമാർ, എൻ്റെ സഹോദരന്മാർ, അല്ലാഹുവേ, അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാ, അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാ. ഞങ്ങൾ ഉപ്പാപ്പമാരുടെ കാവൽ അവരുടെ ജീവിതത്തിൽ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. അവരെ സംരക്ഷിക്കണേ അല്ലാ, അവരെ സംരക്ഷിക്കണേ അല്ലാ. എന്ത് പൈശാചികമായ ഉപദ്രവമാണെങ്കിലും അല്ലാഹുവേ, നീ നീക്കം ചെയ്യണേ അല്ലാ, നീ നീക്കം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ഉപ്പാപ്പമാരുടെ കാവൽ കൊണ്ടല്ലോ നീ അത്തരം പ്രയാസങ്ങൾ നീക്കം ചെയ്യണേ അല്ലാ, നീ നീക്കം ചെയ്യണേ തമ്പുരാനെ. എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം, എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളെ ദുആ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ നമുക്ക് അമലിലേക്ക് കടക്കാം. എന്താണ് അമൽ? എന്താണ് അമൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ഹബീബായ തങ്ങള്, മഹദിയായ ഫാത്തിമ ബീവി വലിയ പനിയായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങള് മഹദിയായ ഫാത്തിമ ബീവിയോട് പറഞ്ഞത്, ഈ ഇസ്മിനെ ചൊല്ലി നിങ്ങൾ ദുആ ചെയ്യ്, നിങ്ങളെ രോഗത്ത് അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകും. ബദറിലേക്ക് ഒട്ടിയ വയറുമായി മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം ബദറിന്റെ രണാകളത്തിലേക്ക് പോയപ്പോഴും ഹബീബായ തങ്ങൾ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഈ ഇസ്മിനെ 313 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിപ്പോ, നിങ്ങൾക്കറിയണ്ടേ ആ മഹത്താക്കപ്പെട്ട അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വലിയ ശ്രേഷ്ഠമാക്കപ്പെട്ട ഇസ്മ എല്ലാവർക്കും ചൊല്ലാൻ പറ്റും. ധാരാളം ആളുകൾ ചോദിക്കുന്നതാണ്, വലിയ വലിയ സൂറത്തുകൾ പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് ഓതാൻ കഴിയുന്നില്ല തങ്ങളെ, ഇത് ഞങ്ങൾ എങ്ങനെയാണ് ഓതുക, ഞങ്ങൾക്ക് ഓതാൻ അറിയില്ലല്ലോ, ഞങ്ങൾ ഓത്തറിയുന്ന ആളുകളല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. റഹ്മുർ റഹീമീനായ തമ്പുരാനെ, റഹ്മുർ റഹീമീനായ അല്ലാഹ് അവർക്ക് ദുആ മാത്രമാണുള്ളത്. ഇങ്ങനെയുള്ള ഓരോ ചെറിയതായിട്ടുള്ള ഇസ്മിനെയാണ് നിങ്ങൾ അങ്ങനെയുള്ള ഇസ്മിനെ പറയണം തങ്ങളെ മജ്ലിസിലൂടെ എന്ന് പറഞ്ഞ ആളുകൾക്ക് വേണ്ടിയാണ് ഇസ്മ, എല്ലാവർക്കും വേണ്ടിയാണ്. എല്ലാവർക്കും ഇത് സ്വീകരിക്കുക. ഈ സയ്യിദിയ മജ്ലിസ് എല്ലാവരും അത് സ്വീകരിക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാവും. ഇത് ആത്മാർത്ഥമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വിജയമുണ്ടാവും. ധാരാളം ആളുകൾ ഈ മജ്ലിസിൽ ചെയ്യുന്നവരാണ്, ഞങ്ങളിത് ജീവിതത്തിൽ ചെയ്യുന്നവരാണ് തങ്ങളെ, ഞങ്ങളിത് ജീവിതത്തിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരാണ്. ഇൻഷാ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. എന്താണ് ഇസ്മ? യാ ഹയ്യു യാ ഖയ്യൂം. ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ എല്ലാവർക്കും അറിയുന്നതാണ് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ 313 പ്രാവശ്യം ജീവിതത്തിൽ ഒരു ദിവസം നിങ്ങൾ ചൊല്ലണം. ഒന്നുകിൽ സുബഹി നിസ്കരിച്ചതിന് ശേഷം അല്ലെങ്കിൽ മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷം ഒരു 313 പ്രാവശ്യം ചൊല്ലാൻ റെഡിയല്ലേ? നിങ്ങൾ ചൊല്ലാൻ റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് റെഡിയാണ്. എഴുതി അറിയിക്ക് ഇൻഷാ അല്ലാഹ് ചൊല്ലാൻ തങ്ങളെ. ഞാനിത് ചെറുതാണല്ലോ, ഇത് വലിയ സിമ്പിളായിട്ടുള്ളതാണ്, വലിയ പ്രയാസമൊന്നുമില്ലത് ചെല്ലാൻ. ഞങ്ങളിത് ജീവിതത്തിൽ ചെല്ലുന്നതാണ്. തങ്ങൾ ഈ മജ്ലിസിൽ പറഞ്ഞതുപോലെ 313 പ്രാവശ്യം ഞങ്ങളിത് ചെയ്യാൻ തയ്യാറാണ് തങ്ങളെ, തയ്യാറാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളിത് 313 പ്രാവശ്യം ബദറിന്റെ രണാങ്കളത്തിലേക്ക് ബദരീങ്ങൾ ചെയ്തു പോയതാ. 313
13 പ്രാവശ്യം അവർ ജീവിതത്തിൽ ദായിമാക്കിയതാ. അതുകൊണ്ട് വലിയ വിജയം ബദറിൽ അവർ നേടിയെടുത്തതാ. അതുകൊണ്ട് ഉമ്മ, എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. ഈ 313 അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ ഇസ്മിനെ നിങ്ങൾ ചൊല്ലണേ. വിവാഹ കാര്യങ്ങൾ റെഡിയാവാത്തവർ 313 പ്രാവശ്യം ഈ ഇസ്മിനെ ദുആ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യേ. ഇരു കരങ്ങൾ അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് ഉയർത്ത്. എത്രയും പെട്ടെന്ന് ഒരു ഇണയെ അല്ലാഹു നിങ്ങൾക്ക് അടുപ്പിച്ചു തരും. അല്ലാഹുവേ, ഒരു ഇണയെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിക്കണേ തമ്പുരാനെ. ജോലി പ്രയാസമുള്ളവർ ധാരാളം ഭാഗങ്ങളിൽ തങ്ങളെ ഞാൻ CV കൊടുത്തു തങ്ങളെ. ഒരു നോട്ടീസ് എങ്ങനെയാണോ എപ്രകാരമാണോ കൊടുക്കുന്നത് അതുപോലെ എല്ലാ ഓഫീസുകളിലും ഞാൻ CV കൊടുത്തു തങ്ങളെ. എനിക്ക് വിളിക്കുന്നില്ല, എനിക്ക് ജോലി റെഡിയാകുന്നില്ല. ഈ 313 ഇസ്മിനെ നിങ്ങൾ ചൊല്ലാൻ തയ്യാറാണോ? ഇൻഷാ അല്ലാഹ് അല്ലാഹു നിങ്ങൾക്ക് ജോലി നൽകും. അല്ലാഹു നിങ്ങൾക്ക് റാഹത്തായ ഒരു ജോലി അല്ലാഹു നൽകും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ചൊല്ലണേ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. വലിയ പ്രയാസമാണ്, വലിയ ടെൻഷനാണ് തങ്ങളെ. പല കാര്യങ്ങൾ ആലോചിച്ച് വലിയ ഫിക്റാണ്, വലിയ ടെൻഷനാണ്. എന്നാൽ ഈ 313 ഇസ്മിനെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ബദരീങ്ങൾ ചെയ്തതുപോലെ, ഹബീബായ തങ്ങൾ ബദരീങ്ങളോട് പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ജീവിതത്തിൽ ദായിമാക്കണേ. വലിയ പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാവലാണ്, വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് കാവലാണ്, വലിയ ഇടങ്ങേറുകളിൽ നിന്ന് നിങ്ങൾക്ക് കാവലാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് റാഹത്ത് ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട്, വലിയ വിജയം ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഈ ഇസ്മിനെ യാ ഹയ്യ യാ ഖയ്യൂം ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിനെ ഞങ്ങൾ ചൊല്ലാൻ തയ്യാറാണ്. ഞങ്ങൾ തയ്യാറായിട്ട് മുന്നോട്ട് വന്നു. ഇൻഷാ അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ പ്രയാസങ്ങൾക്ക് അല്ലാ നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് റാഹത്ത് നൽകണേ അല്ലാ, ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹു, വലിയ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാ ഞങ്ങൾക്ക് സംരക്ഷണം, ഈ പ്രയാസങ്ങൾ അല്ലാ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഞങ്ങൾ ചൊല്ലുന്ന ഓരോരോ അമലുകളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ജീവിതത്തിൽ റാഹത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ സകലമാന മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിലാക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ, ഞങ്ങൾക്ക് സകലമാന മുറാദുകളുണ്ട് അല്ലാ, നീ പരിപൂർണ നിലക്ക് നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം ഉയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങൾ ഞങ്ങളെ പെടുത്തണേ അല്ലാ, നീ പെടുത്തണേ തമ്പുരാനെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാ നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിലാക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ, ധാരാളം ആളുകൾ ഈ സയ്യിദിയം മജ്ലിസിൽ, ഈ സയ്യിദിയം കുടുംബത്തിൽ ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാ. രോഗശമനം നീ നൽകണേ അല്ലാ. ആജിലായ കാമിലായ പരിപൂർണ ശിഫ നൽകണേ അല്ലാ, പരിപൂർണ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ ശരീരത്തെയും ഞങ്ങളെ സമ്പത്തിനെയും ഒരുപോലെ കാർന്നു തിന്നത്ര അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ ശരീരത്തിനെങ്ങാനും നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാഅത്ത് മുതൽ നീ കരിയിച്ച് കളയണേ അല്ലാ, നീ കരിയിച്ച് കളയണേ അല്ലാ, നീ കരിയിച്ച് കളയണേ തമ്പുരാനെ. റഹ്മർ റഹീമീനായ തമ്പുരാനെ, ഞങ്ങളെ നീ കാത്തോളണേ അല്ലാ, ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ.
സാഹിരീങ്ങളെ സിഹറിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. മാക്രീങ്ങളെ മക്രിനെ തൊട്ട് കാക്കണേ അല്ലാ. ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാ. ളാലിമീങ്ങളെ ദുൽമിനെ തൊട്ട് കാക്കണേ അല്ലാ. ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാ. ചതിയന്മാരെ ചതിയെ തൊട്ട് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ചതിയന്മാരെ ചതിയെ തൊട്ട് ഞങ്ങളെ കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാ, റഹ്മുർ-റഹീമീനായ തമ്പുരാനെ. ആക്സിഡന്റ് അപകട മരണങ്ങളല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ. മാറ്റല്ല തമ്പുരാനെ. ഞങ്ങൾക്കല്ലോ റാഹത്ത് നൽകണേ അല്ലാ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. മകന്റെ ജോലി റെഡിയാവാൻ തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. റഹ്മുർ-റഹീമീനായ അല്ലാ, എത്രയും പെട്ടെന്ന് റാഹത്തായ ഒരു ജോലിനെ അടുപ്പിക്കണേ അല്ലാ. മകളുടെ ജോലി റെഡിയാവാൻ തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. എത്രയും പെട്ടെന്ന് ഹൈറായ ജോലിനെ അടുപ്പിക്കണേ തമ്പുരാനെ. ഭർത്താവിന്റെ ജോലി റെഡിയാവാൻ തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. എത്രയും പെട്ടെന്ന് ഹൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാ. നീ അടുപ്പിക്കണേ അല്ലാ. റഹ്മുർ-റഹീമീനായ അല്ലാ, വീട് പണി പൂർത്തിയാവാൻ തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞ ആളുകളുണ്ട്. റഹ്മുർ-റഹീമീനായ അല്ലാ, എത്രയും പെട്ടെന്ന് ഒരു വീട്, ഒരു മസ്കൻ അല്ലാ നീ അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാ, അതിലേക്ക് റാഹത്തായ നിലയിൽ കയറിയിരിക്കാൻ, സന്തോഷപൂരിതമായി ജീവിക്കാൻ അല്ലാ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാ. നീ കൊടുക്കണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാ, ഞങ്ങൾക്ക് ഖൈറിന്റെ കവാടം നീ തുറന്നിട്ട് തരണേ അല്ലാ. ഷർറിന്റെ കവാടങ്ങൾ നീ കൊട്ടിയടക്കണേ അല്ലാ. നീ കൊട്ടിയടക്കണേ അല്ലാ. റഹ്മുർ-റഹീമീനായ അല്ലാ, ഞങ്ങളെ വഷളാക്കല്ലേ അല്ലാ. ഞങ്ങളെ മാനം കെടുത്തല്ലേ അല്ലാ. റഹ്മുർ-റഹീമീനായ അല്ലാ, ഒരു നിലക്കും അല്ലാ മറ്റുള്ളവന്റെ മുന്നിൽ പോയി കൈ നീട്ടുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ തമ്പുരാനെ. തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ഇമ്മരപ്പടിയിലേക്ക് വന്നുകൊണ്ട് നേറുന്ന പ്രയാസങ്ങൾ, വേവലാദികൾ പറയുന്ന ആളുകളുണ്ട്. റഹ്മുർ-റഹീമീനായ അല്ലാ, അവരെ സകലമാന പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ അല്ലാ. നീ മാറ്റി നൽകണേ അല്ലാ. അവർക്ക് റാഹത്ത് ജീവിതത്തിൽ നൽകണേ അല്ലാ. അവർക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ സയ്യിദിയ മജ്‌ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ, അത് ഞങ്ങളെ തങ്ങളെ മജ്‌ലിസാണെന്ന് പറഞ്ഞ് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവർ, അല്ലാ നീ സംരക്ഷിക്കണേ അല്ലാ. അവർക്ക് കാവൽ ജീവിതത്തിൽ നൽകണേ അല്ലാ. അവരെ രോഗങ്ങൾ പരിപൂർണ ശിഫ കൊടുക്കണേ അല്ലാ. നീ പരിപൂർണ ശിഫ കൊടുക്കണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ തമ്പുരാനെ, ഞങ്ങളെ കാത്തോളണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. നീ സ്നേഹിക്കണേ അല്ലാ. നീ സ്നേഹിക്കണേ അല്ലാ. നിന്റെ സ്വർഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ. നീ ഹറാമാക്കണേ അല്ലാ. ബിസ്മില്ലാഹിൽ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ദുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.